നവരാത്രി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത രീതിയിൽ നടക്കുന്ന ആഘോഷമാണ്. എന്നാൽ ഛത്തീസ്ഗഡിൽ നടക്കുന്ന നവരാത്രിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടുത്തെ ഭക്തിയും ആഘോഷങ്ങളും ജനപാരമ്പര്യങ്ങളും മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഛത്തീസ്ഗഡിൽ നവരാത്രി വെറും ഒരു ചടങ്ങ് മാത്രമല്ല, ഇത് ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും കലയുടെയും ഒരു ഒത്തുചേരലാണ്. ദുർഗാദേവിയെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ വലിയ ഉത്സവങ്ങളും നടക്കും. ഇവിടെ 9 ദിവസവും പ്രത്യേക പൂജ നടത്തി ഓരോ ദിവസവും വിവിധ രൂപങ്ങളിലുള്ള ദേവിയെ ആരാധിക്കുന്നു. നവരാത്രി സമയത്ത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വലിയ ദുർഗാ മണ്ഡപങ്ങളും പ്രതിമകളും സ്ഥാപിക്കുന്നു. ഭക്തർ പൂക്കളും വിളക്കുകളും കൊണ്ട് ദേവിയെ അലങ്കരിക്കുന്നു. രാത്രി സമയത്ത് ദാണ്ഡിയ എന്ന നൃത്തം, കൂടാതെ നവമിക്ക് വലിയ മഹാപൂജ നടക്കുകയും അഷ്ടമിയിലും നവമിയിലും കുമാരി പൂജ നടത്തി ചെറിയ പെൺകുട്ടികളെ ദേവിയുടെ രൂപമായി ആരാധിക്കുകയും ചെയ്യുന്നു. ഛത്തീസ്ഗഡിലെ നവരാത്രി നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസവും സംസ്കാരവും ചേർന്നാൽ ഒരുമയും ഭക്തിയും നിറഞ്ഞൊരു സമൂഹം സൃഷ്ടിക്കാം എന്നതാണ്. ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങൾ തമ്മിലുള്ള സഹകരണവും ഐക്യവും പ്രകടിപ്പിക്കുന്ന വലിയൊരു ഉത്സവമാണിത്. നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ദുർഗാഷ്ടമി. മഹിഷാസുരനെ നേരിടാനായി ദുർഗാദേവി തൻ്റെ അത്യന്തം ശക്തമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിനം. ഭക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായ ഈ ദിവസം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിവിധ രീതികളിലാണ് ആഘോഷിക്കുന്നത്. ഇവിടെ നവരാത്രി വലിയൊരു ഉത്സവമാണ്. 9 ദിവസവും ദുർഗാദേവിയുടെ വിവിധ രൂപങ്ങളെ ആരാധിക്കുന്നിടത്ത് 8ാം ദിവസമായ ദുർഗാഷ്ടമിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഛത്തീസ്ഗഡിലെ ദുർഗാഷ്ടമി എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു എന്ന് നോക്കാം. അഷ്ടമി ദിവസം ദേവി ചാമുണ്ഡി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതായി വിശ്വാസമുണ്ട്. മഹിഷാസുരനുമായി പോരാട്ടത്തിൽ അഷ്ടമി രാത്രിയിലാണ് ദേവി മഹാശക്തിയായി അവതരിച്ചതെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ആഘോഷമാണ് ദാണ്ഡിയ ഡാൻസ്. കയ്യിൽ പിടിക്കുന്ന വടി വെറും കളിപ്പാട്ടമല്ല, അത് ദേവിയുടെ ആയുധത്തിൻ്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം ഈ നൃത്തം ദുർഗാദേവിയും മഹിഷാസുരനും തമ്മിലുണ്ടായ യുദ്ധത്തിൻ്റെ പ്രതീകമാണ്. ദാണ്ഡിയയ്ക്ക് വലിയൊരു ആത്മീയ സന്ദേശമുണ്ട്. കയ്യിലെ വടി ദേവിയുടെ ശക്തിയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് വടി ചവിട്ടി നൃത്തം ചെയ്യുന്നത് ശിവശക്തിയുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. രാത്രി മുഴുവനും ഈ നൃത്തം നടത്തുന്നത് അന്ധകാരം മാറ്റി പ്രകാശം വരുന്നത് എന്ന പ്രതീകമാണ്. ദുർഗാദേവി മഹിഷാസുരനുമായി 9 ദിവസം പോരാടിയപ്പോൾ ആ യുദ്ധത്തിൻ്റെ പ്രതീകമായി ഈ നൃത്തം ആചരിക്കപ്പെടുന്നു. നവരാത്രിയിലെ ഓരോ ദിവസവും ദേവിയുടെ വ്യത്യസ്ത രൂപങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് രാത്രി സമയത്ത് ഭക്തർ കൂട്ടമായി വന്നു വൃത്താകൃതിയിൽ പാടുകയും ദാണ്ഡിയ കളിക്കുകയും ചെയ്യുന്നു.